താനും പിണറായിയും അല്ലാതെ ഈ പാർട്ടിയെ നയിക്കാൻ ആരുണ്ട് എന്നുള്ള കാര്യം മേഖലാ സമ്മേളനത്തിൽ MP ഗോവിന്ദൻ ചോദിച്ചതാണ്. ഒരു എളുപ്പമില്ലാതെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അതൊരു വെല്ലുവിളിയായിരുന്നില്ലേ? അങ്ങനെ അദ്ദേഹം ചോദിച്ചിട്ടുണ്ടോയെന്ന് ഞാൻ അറിയില്ല, അത് ഞാൻ കേട്ടിട്ടുമില്ല. പക്ഷേ അത്ര ധാർഷ്ട്യം നിറഞ്ഞ വർത്തമാനമൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. ഒന്ന്, നിങ്ങൾ കാണേണ്ടത് ഈ പാർട്ടിക്കിനെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വെറുക്കാനിടയായിട്ടുള്ളൊരു ഘടകം പാർട്ടി നേതൃത്വം, താഴെ തലം മുതൽ മേലെ തലമുള്ള പാർട്ടി നേതാക്കൾക്കുള്ള ധാർഷ്ട്യമാണ്. കണ്ണൂരുകാരായിട്ടുള്ള MP ഗോവിന്ദനും പിണറായി വിജയനും അല്ലാതെ ഈ പാർട്ടിയെ നയിക്കാൻ ആരുണ്ട്? മറ്റേതെങ്കിലും നേതാക്കളുണ്ടോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ജയരാജന്മാരില്ലേ, അല്ലെങ്കിൽ മറ്റുള്ള നേതാക്കളില്ലേ, സീനിയറായിട്ടുള്ള പല നേതാക്കളുമില്ലേ? അപ്പോൾ അവരെയൊക്കെ ഒഴിവാക്കുകയാണല്ലേ? അതെന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. സാധാരണയായിട്ട് പാർട്ടിയിലൊരു നേതൃത്വ മാറ്റമൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് സാധാരണയായി ഒന്നെങ്കിലും സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വലിയ പരാജയവും താർച്ചയും ഉണ്ടായതും ഘട്ടത്തിൽ പ്രത്യേക പ്ലീനം വിളിച്ചേർത്ത തരത്തിലും ഇന്ത്യയിലെ പാർട്ടിക്ക് തന്നെ ഉണ്ട്. പ്രത്യേക പ്ലീനങ്ങൾ ചേർന്നുകൊണ്ട് തിരുത്തലുകൾ വരുത്തുക, അങ്ങനെയെല്ലാമാണ് പാർട്ടി ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ അവർക്ക് ഉദ്ദേശമുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇത്തരം ധാർഷ്ട്യം നിറഞ്ഞ വർത്തമാനങ്ങളാണ് ജനങ്ങൾ വെറുക്കുന്നത്. ആ വെറുക്കുന്ന ഭാഷ തന്നെയാണ്, വെറുപ്പിൻ്റെ ഭാഷ തന്നെയാണ് അവർ തുടരാൻ ഉദ്ദേശിക്കുന്നതിൽ ഇനിയും കൂടുതൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നു മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സർക്കാരിനെതിരെ ഓരോ ചെറിയ കാര്യങ്ങൾക്കും സമരം ചെയ്യാനാണ് CPMൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. ഇത് പാർട്ടിക്ക് ദോഷം ചെയ്യുമോ? അല്ല, സമരം പാർട്ടിക്ക് ദോഷം ചെയ്യാനില്ല. സമരമാണല്ലോ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ സമരത്തിൻ്റെ കാലമായിരിക്കും പാർട്ടിക്ക്. കാരണം എന്ന് വെച്ചാൽ പാർട്ടി പ്രതിപക്ഷത്താണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സമരം ചെയ്യണം, അതവർ ചെയ്യട്ടെ. പക്ഷേ അവർ ഒരു കാര്യം പാർട്ടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനു വേദന സമരം ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾ അതിൽ അവമതിപ്പേ ഉണ്ടാകുള്ളൂ. എന്തിനു വേദന സമരം, അത് ന്യായമായ കാര്യങ്ങൾക്ക് സമരം ഉപേക്ഷിച്ചൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോകാൻ കഴിയുകയില്ല. അതേവസരം ഈ പറയുന്ന ഭരണം നഷ്ടപ്പെട്ടു പോയി എന്ന അങ്കലാപ്പിൽ നിലവിലുള്ള ഗവൺമെൻറ്റിനെ അലോസരപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സമരമാണെങ്കിൽ അത് ജനങ്ങൾ അംഗീകരിക്കാൻ പോകില്ല. പിണറായി വിജയൻ്റെ വീട്ടിൽ ED നടത്തിയ റെയ്ഡ്, അതേ തുടർന്നുണ്ടായ കോലാഹലങ്ങൾ, സഖാക്കൾ ഉദ്യോഗസ്ഥരെയൊക്കെ ആക്രമിച്ചത്, അത് വലിയ തിരിച്ചടിയായി മാറിയല്ലേ? ഈ ED അത് തിരിച്ചടിയായി മാറിയെന്നൊന്നും എനിക്കറിയാൻ ഞാനല്ല. കാരണം EDനെ കുറിച്ച് മുമ്പും ഇപ്പോഴും ഉള്ള അഭിപ്രായം, ED എന്ന് പറയുന്നത് രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ആയുധമാക്കുന്നതാണ് EDനെ. കേന്ദ്ര ഗവൺമെൻറ് ആയുധമാണ് ED. ഇന്നലെ അത് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുണ്ടായി, സോണിയാഗാന്ധിക്കെതിരെ വന്നു. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചില നേതാക്കന്മാർക്കെതിരെ ED പരിശോധന നടത്തി, അവരെല്ലാം BJPയിലേക്ക് ചേർന്നു. അതോടുകൂടി EDൻ്റെ അവസാനിച്ചു. ബംഗാളിൻ്റെ അനുഭവമുണ്ട്, മഹാരാഷ്ട്രയുടെ അനുഭവമുണ്ട്. പിന്നെ അവരെ ഉപമുഖ്യമന്ത്രിയായിട്ട് വരികയാണ് ഇതിൽ ED കേസെടുത്തിട്ടുള്ള ആൾ. അപ്പോൾ ഇത്തരത്തിൽ EDയെ BJP ഗവൺമെൻറ് EDയെ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയമായിട്ടാണ്. അവർ ഒരു രാഷ്ട്രീയമായി മാറ്റിക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്, രാഷ്ട്രീയമായിട്ട് അടിച്ചമർത്തുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. EDയെ ആ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അത് കോൺഗ്രസിനെതിരെ ED ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ CPM നേതാക്കന്മാർക്കെതിരെ ഉപയോഗിച്ചാലും EDയുടെ നിലപാട് നിഷ്പക്ഷമാണെന്ന് പറയാൻ സാധിക്കില്ല. അത് പിണറായി വിജയനെതിരായിട്ട് ED വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ അനാവശ്യമായ തിടുക്കത്തിൽ, അനാവശ്യമായ നിയമപരമായിട്ടാണെങ്കിൽ പിണറായി വിജയനായാലും ഉള്ള ആരായിരുന്നാലും ED പരിശോധന നടത്തുന്ന കേസെടുക്കുന്നതെല്ലാം ആർക്കും അംഗീകരിക്കാം. പക്ഷേ രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ, അത് കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരിലായാലും CPM നേതാക്കന്മാരുടെ പേരിലായാലും, രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ ED വന്ന് ഭീഷണിപ്പെടുത്തുകയും കേസെടുക്കുകയും ചെയ്യുന്ന രീതി ഇന്ത്യൻ ജനാധിപത്യത്തിന് നിരക്കുന്നതല്ല. സുപ്രീം കോടതി പല കേസിൽ, ഇപ്പോൾ അടുത്ത് തന്നെ പത്രപ്രവർത്തകനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കേസിൽ സുപ്രീം കോടതി രൂക്ഷമായ ഭാഷയിലാണ് EDയെ വിമർശിച്ച അയാളെ കുറ്റവിമുക്തനാക്കിയത്. ഇതുപോലെ ED കേസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 99% കേസും EDയുടെ കേസ് ശിക്ഷിക്കപ്പെടുന്നില്ല. അപ്പം രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടിയിട്ടാണ് EDയെ കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഭാഗം തന്നെയാണിത്. പിണറായിയുടെ കേസിൽ വന്നാലും, അത് രാഹുൽ ഗാന്ധിൻ്റെ കേസിൽ വന്നാലും ED ഉപയോഗിക്കുന്ന രാഷ്ട്രീയ വിരോധത്തിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.